ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. PV അൻവറിന് ജാമ്യം. PV അൻവറിന് പിന്തുണയുമായി PK കുഞ്ഞാലിക്കുട്ടി. PV അൻവറിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന്റെ നടപടി ഭരണകൂട ഭീകരതയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. രാജ്യത്തെ മൂന്നാം HMPV ബാധ സ്ഥിരീകരിച്ചു. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. മാമാങ്ക കാഴ്ചകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. തൃശൂരിലെ നമോ ഭവനിൽ വന്നാൽ നരേന്ദ്രമോദിയെ കാണാം. വാർത്തകൾ വിശദമായി. PV അൻവറിന് ജാമ്യം. നിലമ്പൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ PV അൻവർ MLAക്ക് ജാമ്യം. നിലമ്പൂർ കോടതിയാണ് അൻവറിന് ജാമ്യം അനുവദിച്ചത്. അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി തള്ളി. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് എടവണ്ണ ഒതായിയിലെ വീട്ടിലെത്തി PV അൻവർ MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു. അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയ വിവരം അറിഞ്ഞ് DMK പ്രവർത്തകർ അടക്കം വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. അറസ്റ്റിന് പിന്നിൽ ഭരണകൂട ഭീകരതയെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം. PV അൻവറിന് പിന്തുണയുമായി PK കുഞ്ഞാലിക്കുട്ടി. PV അൻവർ MLAക്ക് പിന്തുണയുമായി PK കുഞ്ഞാലിക്കുട്ടി. വൻ പോലീസ് സന്നാഹത്തോടെയുള്ള അറസ്റ്റ് ജനത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെന്നും അൻവർ ഉയർത്തിയത് മലയോര മേഖലയുടെ പ്രശ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുതാൽപര്യം മുൻനിർത്തിയുള്ള പ്രതിഷേധമാണ് നടന്നത്. വനനിയമ ഭേദഗതിയെ നിയമസഭയിൽ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനജീവിതം ദുസ്സഹമാക്കുന്നതാണ് വനനിയമ ഭേദഗതി. ജനങ്ങളെ ആന കൊല്ലുമ്പോൾ സർക്കാർ നിസ്സംഗത തുടരുകയാണ്. ഇതിനെപ്പറ്റി ഗൗരവകരമായ ചർച്ച പോലും നടക്കുന്നില്ല. വനനിയമത്തിനെതിരായ പ്രക്ഷോഭം മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ട്. ഇതാണ് അൻവറും ഉന്നയിച്ചത്. ഒരു വലിയ ക്രൂരകൃത്യത്തെ നേരിടുന്ന പോലെയാണ് പോലീസ് അൻവറിനെ നേരിട്ടത്. പക്ഷപാതപരമായ സമീപനമുണ്ടായി. അൻവറിനോടുള്ള നയം UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതിലും വലിയ കസേര ചുമന്നുകൊണ്ടുപോയി തല്ലിപ്പൊളിക്കുന്നത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. വനനിയമ ഭേദഗതി നിയമസഭയിൽ എതിർക്കും. അൻവറിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത UDF യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. PV അൻവറിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന്റെ നടപടി ഭരണകൂട ഭീകരതയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. നിലമ്പൂർ MLA PV അൻവറിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന്റെ നടപടി ഭരണകൂട ഭീകരതയെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP. സർക്കാരിന്റെ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെ വിയോജിക്കാനുള്ള അവകാശമാണ്. അറസ്റ്റിലൂടെ പിണറായി വിജയൻ വ്യക്തിവൈരാഗ്യം തീർക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് സമാനമായി ഫാസിസത്തിന് ദക്ഷിണേന്ത്യയിൽ സ്ഥാനമുറപ്പിക്കുകയാണ് PV അൻവറിന്റെ അറസ്റ്റിലൂടെ പിണറായി വിജയൻ കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ ആകില്ല. MLA ആയ PV അൻവറിനെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയും അജണ്ടയുമുണ്ട്. പിണറായി വിജയന്റെയും മകളുടെയും തട്ടിപ്പുകൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് PV അൻവർ വിളിച്ചു പറഞ്ഞതിലെ വൈരാഗ്യമാണ് അറസ്റ്റിന് പിന്നിലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. രാജ്യത്തെ മൂന്നാം HMPV വൈറസ് ബാധ സ്ഥിരീകരിച്ചു. രാജ്യത്തെ മൂന്നാം HMPV ബാധ സ്ഥിരീകരിച്ചു. ഗുജറാത്തിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 മാസം പ്രായമുള്ള കുട്ടിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി. നേരത്തെ കർണാടകയിൽ 2 കേസുകൾ സ്ഥിരീകരിച്ചിരുന്നു. 3ഉം 8ഉം മാസം പ്രായമുള്ള കുട്ടികൾക്കാണ് രോഗബാധ. അതേസമയം നിലവിൽ 2 കേസും ചൈനയിൽ നിന്നുള്ള വകഭേദമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധന നടത്തും. ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കർണാടക ആരോഗ്യ വകുപ്പ്. കടുത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമായി എത്തുന്നവരെ HMPV ടെസ്റ്റ് നടത്തും. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു. ചൈനയിലെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപനത്തെ ലോകം അതീവ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് നിരീക്ഷിച്ചു വരുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ വളരെ വേഗം വൈറസ് വ്യാപനമുണ്ടാകും. പനി, ശ്വാസമെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ചുമ, മൂക്കടപ്പ് മുതലായവയാണ് ലക്ഷണങ്ങൾ. രാജ്യത്ത് HMPV സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏത് സാഹചര്യം നേരിടാനും രാജ്യം തയ്യാറാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. HMPV രോഗം ബാധിച്ച 2 പേർക്കും അന്താരാഷ്ട്ര യാത്ര പശ്ചാത്തലമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു.
ഇന്ത്യയിലുൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും മുൻപ് തന്നെ HMPV വൈറസ് നിലവിലുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇടുക്കി പുല്ലുംപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. ഇടുക്കി പുല്ലുംപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 4ആയി. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണൻ, അരുൺ ഹരി, രമ മോഹൻ, സംഗീത് എന്നിവരാണ് മരിച്ചത്. 34 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇയാളെ പാല മാർസ്ലീവ ആശുപത്രിയിലേക്ക് മാറ്റി. ബിന്ദു നാരായണനെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ബിന്ദു ഇവരുടെ ഭർത്താവ് ഉണ്ണിത്താനും പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ബസിന്റെ കാലപഴക്കം, ഫിറ്റ്നസ് എന്നിവ പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അപകടം സംബന്ധിച്ച് അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് എൻഫോഴ്സ്മെന്റ് വിഭാഗം ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. മാമാങ്ക കാഴ്ചകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ ഉത്സവങ്ങളിലൊന്നായ മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് എനി ടൈം ന്യൂസ് പ്രക്ഷേപണം ചെയ്യുന്ന മാമാങ്ക കാഴ്ചകൾ എന്ന പ്രത്യേക പ്രോഗ്രാമിന്റെ ബ്രോഷർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. തിരുവാണിക്കാവ് ഭഗവതിയുടെ ചിത്രം ആലേഖനം ചെയ്ത ബ്രോഷർ നിത്യസാഗർ ഏറ്റുവാങ്ങി. എനി ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട്, മാർക്കറ്റിംഗ് മാനേജർ ബാബു R വാര്യർ, എഡിറ്റർമാരായ ദിലീപ് നായർ, നിതിൻ സുഭാഷ് എന്നിവർ പങ്കെടുത്തു. KK ശിവദാസനാണ് എനി ടൈം ന്യൂസിന്റെ മാമാങ്ക കാഴ്ചകളുടെ കോർഡിനേറ്റർ. മാമാങ്ക കാഴ്ചകളിലേക്ക് നിങ്ങൾക്കും കാഴ്ചകൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 9447132148. തൃശൂരിലെ നമോ ഭവനിൽ വന്നാൽ നരേന്ദ്രമോദിയെ കാണാം. നമോ ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനും ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും വൻ തിരക്ക്. തൃശൂരിലെ പുതിയ BJP ഓഫീസിന്റെ 1ാം നിലയിലാണ് ഒറ്റത്തടി തേക്കിൽ തീർത്ത നരേന്ദ്രമോദിയുടെ ശില്പം സ്ഥാപിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി ആദ്യ തവണ പ്രധാനമന്ത്രിയായപ്പോൾ എടുത്ത ഏറെ പ്രശംസ നേടിയ ഫോട്ടോ അടിസ്ഥാനമാക്കിയാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിനടുത്ത ശില്പശാല എന്ന കലാകേന്ദ്രം നടത്തുന്ന ശില്പി രവീന്ദ്രനും ശിഷ്യൻ സിയാദും ചേർന്ന് 50 ദിവസം കൊണ്ടാണ് ശില്പനിർമ്മാണം പൂർത്തീകരിച്ചത്. BJPയുടെ ജില്ലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയുടെ ശില്പം കണ്ട് ഞെട്ടി. നടക്കുന്ന ശൈലിയിലാണ് ശില്പം തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ BJP ഓഫീസായ നമോ ഭവനിൽ ഇനി മുതൽ നരേന്ദ്രമോദിയുണ്ടാകും. അകമലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. അകമലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 65 വയസ്സു പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കം കാണും. സംസ്ഥാന പാതയോരത്ത് മരച്ചുവട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിനരികിൽ 100 രൂപ നോട്ടും ചില്ലറ പൈസയും കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസ് നടപടികൾ ആരംഭിച്ചു. SNDP തെക്കുംകര മേഖലാ യോഗം നടന്നു. SNDP തെക്കുംകര മേഖല യോഗം യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ശാഖ സെക്രട്ടറി ശിവദാസൻ, ബാബു MK, രാജൻ, ദാസൻ, ബിനു ശശി, മജീഷ് വേലൂർ, നിഖിൽ, രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ
ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് കരിമത്ര ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് കരുമത്ര ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ഡോക്ടർ രവീന്ദ്രൻ മൂർക്കനാട്ടിൽ നിന്ന് ഏറ്റുവാങ്ങി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഓഫ് മെഡിസിൻ ഡോക്ടർ ജിജിത് കൃഷ്ണൻ നിർവഹിച്ചു. ദേശ കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ തടത്തിൽ അധ്യക്ഷത വഹിച്ചു. അരീക്കര ഇല്ലം കൃഷ്ണകുമാർ ഇളയത് ഭദ്രദീപം തെളിയിച്ചു. മച്ചാട് മാമാങ്കം ഊഴദേശ കമ്മിറ്റി ഭാരവാഹികളായ അശ്വിനി കണ്ണൻ, കെ ശിവദാസൻ, കെ രാമചന്ദ്രൻ, വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി, കരിമത്ര ദേശ കമ്മിറ്റി സെക്രട്ടറി കെ സുധീഷ്, തിരുവാണിക്കാവ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AC കണ്ണൻ, വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ രാജീവ് മൂത്തമന, വി രഘു, വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ആദ്യ സംഭാവന രാമൻകുട്ടി പഞ്ചാരത്തിൽ നിന്ന് ഏറ്റുവാങ്ങി. PV അൻവർ MLA-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. വനംവകുപ്പ് ഓഫീസ് ആക്രമണത്തിൽ PV അൻവർ MLA-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ. പോലീസ് നടപടി നീതിപൂർവമെന്നും അറസ്റ്റിൽ ഗൂഢാലോചനയില്ലെന്നും പറഞ്ഞ അദ്ദേഹം ഒരു MLA-യും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് PV അൻവർ ചെയ്തതെന്നും പറഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അൻവറിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അൻവറിന് എല്ലാ സാവകാശവും പോലീസ് നൽകിയെന്ന് അദ്ദേഹം വിമർശിച്ചു. മാധ്യമങ്ങളെ കാണാനും വൈദ്യപരിശോധനയ്ക്കും അവസരം നൽകി. അൻവറിന്റെ ജാഥയ്ക്ക് ആളില്ലാത്ത സ്ഥിതി, അത് അവസാനിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് ഇന്നലെ കണ്ടത്. നിയമവാഴ്ച പാലിക്കണം. അൻവറിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വരെ അവകാശം ലഭിച്ചു. രാത്രിയിൽ അറസ്റ്റ് വേണ്ടിയിരുന്നോ എന്ന ചോദ്യത്തിന് പകൽ സർക്കാർ ഓഫീസിൽ ഇത് വേണ്ടിയിരുന്നോ എന്ന മറുചോദ്യമാണ് ഉത്തരം. അൻവർ എന്ന പേരാണ് പ്രശ്നമെന്ന് പറയുന്നത്. ചർച്ച വഴിതിരിച്ചുവിടാനാണ് PV അൻവർ വനം വകുപ്പിനെതിരെ പറയുന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ലെന്നും അനിൽ പറഞ്ഞു. PV അൻവർ MLA-യുടെ അറസ്റ്റിൽ പ്രതികരിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. PV അൻവർ MLA-യുടെ അറസ്റ്റിൽ പ്രതികരിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. മാന്യമായ രീതിയിലുള്ള അറസ്റ്റിന് ഒരു ജനപ്രതിനിധി അർഹനാണെന്ന് KM ഷാജി പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തതെന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ മറന്നുപോകരുത്. ഒരു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നപ്പോൾ ആണ് പ്രതികരിച്ചത്. നാട്ടിലിറങ്ങിയാൽ CPIM കൊല്ലും, കാട്ടിലിറങ്ങിയാൽ ആന കൊല്ലും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും KM ഷാജി കൂട്ടിച്ചേർത്തു. അൻവർ CPIM-നൊപ്പം നിന്നപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയാൾ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പ്രശ്നം. അൻവർ നടത്തിയ പ്രവർത്തനങ്ങളെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നു. അൻവറിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളല്ല, ഭരണകൂടം അൻവറിനോട് കാണിച്ച ക്രൂരതകളാണ് ചർച്ച ചെയ്യേണ്ടത്. പ്രതികാര ഭ്രാന്തോടെയാണ് സർക്കാർ പെരുമാറുന്നത്. പൊതുമുതൽ നശിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നും KM ഷാജി ചോദിച്ചു. PV അൻവറിനെ പുകഴ്ത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചും K മുരളീധരൻ. ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ ജയിലിൽ കഴിയുന്ന PV അൻവറിനെ പുകഴ്ത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചും K മുരളീധരൻ. പിണറായി വിജയൻ കേരള ഹിറ്റ്ലറെന്നും ജനങ്ങൾക്കൊപ്പം നിന്നതിനാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തത് എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. പീഡനക്കേസിൽ മുകേഷിനെ സംരക്ഷിച്ച സർക്കാരാണ് അൻവറിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രക്ഷിക്കാൻ ഉള്ള നെട്ടോട്ടത്തിലാണ് എന്നും വകുപ്പ് നോക്കാനുള്ള സമയം മന്ത്രിക്കില്ല എന്നും K മുരളീധരൻ കുറ്റപ്പെടുത്തി. PV അൻവർ MLA-യുടെ UDF പ്രവേശനത്തിൽ അതൃപ്തി വ്യക്തമാക്കി RSP. ഫോറസ്റ്റ് ഓഫീസ് ആക്രമണക്കേസിൽ അറസ്റ്റിലായ PV അൻവർ MLA-യുടെ UDF പ്രവേശനത്തിൽ അതൃപ്തി വ്യക്തമാക്കി RSP. നിലപാടെടുക്കാൻ സമയമായിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു. അൻവറിന് ഓരോ ദിവസവും ഓരോ നിലപാടാണ്. പിണറായി വിരുദ്ധത മാത്രമല്ല മുന്നണി പ്രവേശനത്തിന്റെ മാനദണ്ഡം. അൻവർ ഇതുവരെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഓരോ ദിവസവും കിട്ടുന്നവരെ അധിക്ഷേപിച്ചു പോകുന്ന രാഷ്ട്രീയമാണ് അൻവറിന്റേത്. പിണറായി വിജയന് എതിരെ സംസാരിക്കുമ്പോഴും എന്താണ് അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഉപ്പിലിട്ടതല്ലേ ഉള്ളൂ, ഉപ്പു പിടിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അൻവറിന് UDF അനുകൂല കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പാടില്ലായിരുന്നു. ചേലക്കരയിലടക്കം അൻവറിന്റെ അരാഷ്ട്രീയമാണ് തെളിഞ്ഞതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് ചെലവിനനുസരിച്ച് ധനസഹായം നൽകണമെന്ന സഹൃദയ സമിതി. കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് ചെലവിനനുസരിച്ച് ധനസഹായം നൽകണമെന്ന് സഹൃദയ സമിതി നടത്തിയ കലാമേള ഉദ്ഘാടന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പണവും സ്വാധീനവുമില്ലാത്തവർ തഴയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് സമ്മേളനം വിലയിരുത്തി.
ഡോക്ടർ കലാമണ്ഡലം മായ രാജേഷ് കലാമേള ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ബിന്ദു ബാസ്വരി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ഇടവേളയ്ക്ക് ശേഷമാണ് സഹൃദയ സമിതി നടത്തുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി 1986 മുതൽ തുടർച്ചയായി 20 വർഷത്തോളം കാലം ഈ കലാമേളയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ സംഗീത സദസ്സും നമ്മൾ നടത്തിയിരുന്നു. ഒരുപാട് ഉന്നതരായ സംഗീതജ്ഞന്മാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തിയിരുന്ന ടി എൻ നമ്പീശൻ, ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ, ചന്ദ്രപ്രകാശ് ഇടമന, പി വി രാമൻ, പുഷ്പജ നാരായണൻ, കെ എച്ച് സിദ്ദീഖ് എന്നിവർ പ്രസംഗിച്ചു. കരോക്കെ ഗാനങ്ങൾ, കാവ്യാലാപനം, ഭക്തിഗാനം, ഓടക്കുഴൽ വാദനം, മിമിക്രി എന്നിവ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പി വി അൻവറിന് ജാമ്യം. പി വി അൻവറിന് പിന്തുണയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി. പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത സർക്കാരിന്റെ നടപടി ഭരണകൂട ഭീകരതയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. രാജ്യത്തെ 3ാം HMPV ബാധ സ്ഥിരീകരിച്ചു. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. മാമാങ്ക കാഴ്ചകൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. തൃശൂരിലെ നമോ ഭവനിൽ വന്നാൽ നരേന്ദ്രമോദിയെ കാണാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.